അപ്പോൾ ഈ 200 കോടി രൂപയ്ക്ക് വേണ്ടിയാണോ? അല്ല. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം കിടക്കുന്നത്. അവിടെ ഈ സംസ്ഥാന സർക്കാരെ നിർബന്ധിതമാക്കിയ വിഷയം സർവ്വശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് 1186 കോടി രൂപ കുടിശ്ശികയാണ്. സർവ്വശിക്ഷാ അഭിയാനും PMC പദ്ധതിയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് പറയുന്നതാണെന്ന് ഓർമ്മിക്കണം. ഈ നമ്മുടെ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൊടുക്കേണ്ട 1186 കോടി രൂപ കുടിശ്ശിക വരുത്തിയതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത്? എന്ത് ന്യായമാണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത്? കേന്ദ്ര സർക്കാർ എന്താ അത് വെച്ചു താമസിപ്പിക്കുന്നത്? പല ഉടക്കുകൾ പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ കെട്ടിയിടുകയാണ്. അങ്ങനെ കെട്ടിയിട്ടിട്ട് മർദ്ദിച്ച് അവശനാക്കി ഒരു സാഹചര്യത്തിൽ പറയാണ് പണം തന്നോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഗുണ്ടായിസം അല്ലേ നടപ്പിലാക്കുന്നത്? 1186 കോടി രൂപ സർവ്വശിക്ഷാ അഭിയാൻ. സുജയ്, എന്താ തരാത്തത്? അതിനൊരു കാരണം പറയൂ. സർവ്വശിക്ഷാ അഭിയാനും ഈ PMC പദ്ധതി തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നേരിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ NEP പദ്ധതി നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺകറന്റ് ലിസ്റ്റ് എവിടെ പോയി? ഫെഡറലിസം എവിടെ പോയി? മതേതരത്വം എവിടെ പോയി? ഈ പറയുന്ന ആശയങ്ങൾ ഇല്ലാതാകുമല്ലോ. NCERTയുടെ സിലബസിലെ കോവിഡിൻ്റെ കാലത്ത് 30% സിലബസിൻ്റെ പോർഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വന്നു. NCERT ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠപുസ്തകത്തിൽ കുറച്ചത് ഏതൊക്കെയാണെന്ന് അറിയാമോ? 1, ദേശീയത വേണ്ട. 2, മതേതരത്വം പഠിക്കേണ്ട. 3, ഫെഡറലിസം പഠിപ്പിക്കേ വേണ്ട. ഇതാണ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വികേന്ദ്രീകരണവും ജനാധിപത്യവും എടുത്തു കളഞ്ഞേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ്. പൊളിറ്റിക്കൽ സയൻസിൽ മാറ്റം വരുത്തുന്നു, രാഷ്ട്രതന്ത്രത്തിൽ മാറ്റം വരുത്തുന്നു, ചരിത്രത്തിൽ മാറ്റം വരുത്തുന്നു, ശാസ്ത്രത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു. അവിടെയാണ് പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് പോലെയുള്ള പ്ലാസ്റ്റിക് സർജറി ആശയങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പഠിപ്പിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിനൊരു വിദ്യാഭ്യാസ നയമുണ്ട്. സാർ, സംസ്ഥാനത്തിനുള്ള വിദ്യാഭ്യാസ നയത്തോടൊപ്പം ദേശീയ വിദ്യാഭ്യാസ നയം ചുരുങ്ങിയത് 336 സ്കൂളുകളിലെങ്കിലും നടപ്പിലാക്കേണ്ടി വരും. അതിലെ 6 തൂണുകൾ എന്ന് പറയുന്നത് NEPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ 6 പില്ലേഴ്സ്. ആ 6 പില്ലേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? കരിക്കുലം. NEPയുടെ ഭാഗമായിട്ടുള്ള കരിക്കുലം വേണ്ടേ ഈ PMC പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിൽ വരുന്ന സ്കൂളിൽ നടപ്പിലാക്കാൻ? സംസ്ഥാന സർക്കാരിൻ്റെ കരിക്കുലം നടപ്പിലാക്കാൻ പറ്റുമോ? 2, സ്കൂളിൻ്റെ നേതൃത്വം NEP പറയുന്നത് പോലെയുള്ള നേതൃത്വമായിരിക്കണം. നിയന്ത്രണം, മേൽനോട്ടം, മനുഷ്യശേഷി വിനിയോഗം, പാഠ്യപദ്ധതി ഇതെല്ലാം NEPയുമായി ചേർന്നായിരിക്കണം, അലൈൻ ചെയ്ത് തന്നെയായിരിക്കണം പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളിൽ NEP പദ്ധതി നടപ്പിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് കരാർ നമ്മൾ കണ്ടിട്ടില്ല. സംസ്ഥാനത്ത് NEP പദ്ധതി നടപ്പിലാക്കിക്കൊള്ളാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ വരുന്ന കാലങ്ങളിൽ ഒരുപക്ഷെ ആ രീതിയിലുള്ളൊരു പരിഷ്കരണം ഉണ്ടാകുമോ? അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ, ചുരുങ്ങിയ പക്ഷം ഈ സ്കൂളുകളിൽ നടപ്പിലാക്കാതെ ഈ PMC പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. അവിടെ പക്ഷേ സംസ്ഥാന സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും കേന്ദ്രം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 1186 കോടി രൂപ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി കുടിശ്ശിക വരുത്തി. ഈ നടപ്പ് വർഷത്തിന് കൂടെ നോക്കുമ്പോൾ 1466 കോടി രൂപ. ഇത് പിടിച്ചു വാങ്ങാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തമിഴ്നാടിനെ നോക്കണം. തമിഴ്നാട്ടിലും നാശം, ഈ 2200 കോടി രൂപയോളം നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ അവർ ചെയ്യാൻ പോയത്? സുപ്രീം കോടതി കേസ് പോയി. എന്താ അവരുടെ വിഷയം? ത്രിഭാഷാ വിഷയത്തിന് അവരെതിരായിരുന്നു. അവർ തുടക്കം മുതൽ തന്നെ, കോത്താരി കമ്മീഷൻ വരുന്ന കാലഘട്ടത്തിൽ മുതൽ തന്നെ ദ്വിഭാഷാ നയമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിന് പകരം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ, പരോക്ഷമായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനെതിരെ തമിഴ്നാട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു, കേരളവും നിൽക്കുന്നു, ബംഗാൾ നിൽക്കുന്നു. ബംഗാളിൽ ഫെഡറലിസം ആയിരുന്നു വിഷയം. നമുക്ക് മതേതരത്വം വിഷയമാണ്, കരിക്കുലം വിഷയമാണ്, ഈ ഫെഡറലിസത്തെ തള്ളിക്കളയുന്നത് വിഷയമാണ്. ഇതെല്ലാം മറന്നുകൊണ്ട് മാത്രമേ PMC എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളതൊരു രാഷ്ട്രീയ തീരുമാനമാണ്.